പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് മാലിന്യമുക്ത ഹരിത ബ്ലോക്ക് പഞ്ചായത്തായി. ജില്ലാ കളക്ടർ NSK ഉമേഷ് ഹരിത ബ്ലോക്ക് പഞ്ചായത്ത് പ്രഖ്യാപനം നടത്തി. പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് മാലിന്യമുക്ത ഹരിത ബ്ലോക്ക് പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് ജില്ലാ കളക്ടർ NSK ഉമേഷ് IAS ഉദ്ഘാടനം ചെയ്തു. ആദ്യം തന്നെ വളരെ സന്തോഷത്തോടെ വളരെ അഭിമാനത്തോടെ നമ്മുടെ പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്തിലെ ഒരു സമ്പൂർണ്ണ മാലിന്യമുക്ത ഹരിത ബ്ലോക്ക് പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കുന്നു. എന്തായാലും ഇങ്ങനെ നമ്മുടെ ആറ് പഞ്ചായത്തുകളും നമ്മുടെ ജില്ലയിൽ ആക്ച്വലി എല്ലാ ലോക്കൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഇൻഫാക്ട് എൻ്റെ കളക്ടർഷിപ്പും ഈ മാലിന്യമുക്തവും വളരെ റിലേറ്റഡ് ആണ്. ബിക്കോസ് ബ്രഹ്മപുരം തീ പിടിച്ച സമയത്താണ്, അതിൻ്റെ ഇടയിലാണ് ഞാൻ കളക്ടർ ആയത്. സോ അന്ന് മുതൽ മാർച്ച് 2023 മുതൽ ഇപ്പോൾ മാർച്ച് ഏപ്രിൽ 2025 വരെ ഒരുപാട് മാറ്റങ്ങൾ. ഓഫ്കോഴ്സ് ഇനിയും ഇതിൽ ഗ്യാപ്സ് ഉണ്ടാകാം, ഇനിയും മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ ഉണ്ടാകാം. പക്ഷേ വലിയ ഒരു റെവല്യൂഷണറി വർക്കാണ് എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും നമ്മുടെ ജില്ലയിൽ ചെയ്തിട്ടുള്ളത്. അത് പ്രോജക്ട്സ് വെക്കുന്നതാവട്ടെ, MCF ഇപ്പോൾ പാറക്കടവ് ഞാൻ കഴിഞ്ഞ പരിപാടിയിൽ വെച്ച് ഉറപ്പ് കൊടുത്തത് ആ ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഒരു പാറക്കടവ് പഞ്ചായത്തിൽ ഒരു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ സ്ഥലം, MCFയുടെ ഒരു സ്ഥലം, ഇങ്ങനെ MCF ആവട്ടെ, RRS ആവട്ടെ, വേറെ പ്രോജക്ട്സിന് ലാൻഡ് കണ്ടെത്തുന്നതാവട്ടെ, വലിയ ഒരു ട്രാൻസ്ഫോർമേഷനാണ് കഴിഞ്ഞ ഒരു 1.5 കൊല്ലത്തിൽ, അറ്റ്ലീസ്റ്റ് 1.5 കൊല്ലത്തിൽ നമ്മുടെ DPCയിൽ വെച്ച്, അത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, എല്ലാ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻസ്, എല്ലാ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻസ് ഇതിനൊരു ഫോക്കസ് തന്നെ ഈ മാലിന്യമുക്ത ഈ നവകേരളം സൃഷ്ടിക്കാനുള്ള വലിയ എഫേർട്സ് ആണ് എല്ലാ പഞ്ചായത്തുകളും ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി നമ്മുടെ ബ്ലോക്കിൽ എവരിവൺ ഹാസ് വർക്ക് വെരി വെരി സിൻസിയർലി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TV പ്രതീഷ് അധ്യക്ഷനായിരുന്നു. വളരെ സന്തോഷകരമായ ആഹ്ലാദം നിറഞ്ഞ ഒരു സന്ദർഭമാണ്. നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന ഒരു വലിയ വിപത്തിനെ വലിയൊരളവിൽ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് നമ്മളിന്ന് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിനെ ഹരിത ബ്ലോക്ക് പഞ്ചായത്തായി പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രധാനമായും കേന്ദ്രീകരിച്ചത് നമ്മുടെ ജലാശയങ്ങളുടെ വീണ്ടെടുപ്പ് എന്നതായിരുന്നു. നമ്മുടെ ജലാശയങ്ങൾ മാലിന്യമുക്തമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ആളുകൾ ജലാശയങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന ഒരു സംസ്കാരം കുറെ കാലമായി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുകയാണ്. അതിന് മറികടക്കുന്നതിന് വേണ്ടി നമുക്ക് ജലാശയങ്ങളുടെ വീണ്ടെടുപ്പ് എന്ന നിലയിൽ കുളങ്ങൾ, പൊതുകടവുകൾ ഇതൊക്കെ ശുദ്ധീകരിക്കാനും അവിടെ സുസ്ഥിരമായി ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ കഴിയുന്ന വിധത്തിലുള്ള പദ്ധതികൾ നമുക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞു. ഹരിതകർമ്മസേന രൂപീകരണം ഒരുപക്ഷെ ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിലെ ഒരു സുപ്രധാനമായ നാഴികക്കല്ലാണ്. ഏറ്റവും ശാസ്ത്രീയമായി നമുക്ക് മാലിന്യ സംസ്കരണത്തിന് ഉപാധി എന്ന് പറയുന്നത് നമുക്ക് അജൈവ മാലിന്യങ്ങളുടെ ശേഖരണവും അതിന്റെ വേർതിരിക്കലും, അത് ഇവിടെ നിന്ന് നമുക്ക് ക്ലീൻ കേരള കമ്പനിയോ അല്ലെങ്കിൽ സ്വകാര്യ സംരംഭകരോ മുഖേന അതിന് റീസൈക്ലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അതിനൊരു ശാസ്ത്രീയമായ സമീപനം ഗവൺമെന്റ് സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഹരിതകർമ്മസേന രൂപീകരിക്കപ്പെട്ടത്. വൈസ് പ്രസിഡന്റ് താര സജീവ് സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ SV ജയദേവൻ, AV സുനിൽ, റോസി ജോഷി, സൈന ബാബു, ജയ മുരളീധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ CM വർഗീസ്, ആനി കുഞ്ഞുമോൻ, അഡ്വക്കേറ്റ് TA ഷബീർ അലി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി MS ശ്രീരാഗ് തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ടിലെ ഹരിത സ്ഥാപനങ്ങൾക്ക് പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ മികച്ച ഹരിത ഗ്രാമപഞ്ചായത്തായി പുത്തൻവേലിക്കര ഗ്രാമപഞ്ചായത്തിനെ തിരഞ്ഞെടുത്തു. കൂടാതെ മികച്ച ഹരിത വിദ്യാലയം, കലാലയം, ടൗൺ, വാസഗൃഹ സമുച്ചയം, സ്വകാര്യ സ്ഥാപനം, ജനകീയ സംഘടന, സർക്കാർ സ്ഥാപനം, ഹരിത കർമ്മസേന കൺസോർഷ്യം എന്നീ ഇനങ്ങളിലും അവാർഡുകൾ നൽകി.